بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم احفظنا واحفظ أنفسنا ودماءنا وأموالنا وأعراضنا وذرياتنا. اللهم أنت خير حافظا وأنت أرحم الراحمين. أما بعد, സഹോദരങ്ങളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹായിയ എന്ന കവിതയിൽ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള വരികൾ وقد ينكر الجهمي أيضا يمينه وكلتا يديه بالفواضل تنضح وقل ينزل الجبار في كل ليلة بلا كيف جل الواحد المتمدح إلى طبق الدنيا يمن بفضله فتفرج أبواب السماء وتفتح يقول ألا مستغفر يلقى غافرا ومستمنح خيرا ورزقا فيمنح روى ذاك قوم لا يرد حديثهم ألا خاب قوم كذبوهم وقبحوا. إمام أبو بكر بن أبي داود رحمه الله അദ്ദേഹം പറയുന്നു, وقد ينكر الجهمي أيضا يمينه. ജഹ്മി അഥവാ ജഹ്മു ബിൻ സഫ്വാൻ എന്നയാളുടെ അനുയായികളായ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുന്നവർ നിഷേധിക്കും. ഐദൻ മറ്റുള്ള പലതും നിഷേധിക്കുന്നതോടൊപ്പം യമീനഹു അള്ളാഹുവിൻ്റെ വലതു കരത്തെയും അള്ളാഹുവിൻ്റെ കയ്യിനെയും. വകിൽതാ യദൈഹി എന്നാൽ അള്ളാഹുവിൻ്റെ ഇരു കൈകളും ബിൽ ഫവാദിലി ചന്ദഹു. ബിൽ ഫവാദിൽ ഒരുപാട് അവൻ്റെ ഔദാര്യം മുഖേന ചന്ദഹു അത് ധാരാളമായി നൽകുന്ന കൈകളാണ് അള്ളാഹുവിൻ്റെ കൈകൾ. വഖുൽ അതുപോലെ നീ പറയുക ഉറച്ച വിശ്വാസത്തോടെ, യൻസിലുൽ ജബ്ബാറു ഫി കുല്ലി ലൈലത്തിൻ. ജബ്ബാറായ റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയും ഇറങ്ങുന്നതാണ്. ബിലാ കൈഫ അതിൻ്റെ കൈഫിയ അത് ഇല്ല, അഥവാ അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. ജല്ലൽ വാഹിദുൽ മുതമദ്ദഹു ഏകനായ അള്ളാഹു അവൻ എത്രയോ ഉന്നതനാണ്. അൽ മുതമദ്ദഹു എല്ലാ സ്തുതികൾക്കും പ്രശംസകൾക്കും അർഹനായവൻ. ഇലാ തബഖി ദുനിയ അവൻ ഇറങ്ങുക എവിടേക്കാണ്? ഇലാ തബഖി ദുനിയ ഭൂമിയോടടുത്ത ആകാശത്തേക്ക്. തബഖ് എന്നാൽ മൂടി എന്നാണ് അർത്ഥം. ആകാശങ്ങൾ ഭൂമിക്ക് ഒരു മൂടി പോലെയാണ്. യമുന്നു ബിഫദ്ലിഹി അവൻ്റെ ഔദാര്യം അവൻ അനുഗ്രഹമായി ചൊരിയും. ഫതുഫ്രജു അബ്വാബു സമാ ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ സമയത്ത് തുഫ്രജു എന്നാൽ തുറക്കപ്പെടും. തുഫ്തഹു രണ്ടുപേരെ അർത്ഥമാണ്. ആ വാതിലുകൾ ആ സമയത്ത് തുറക്കപ്പെടും. യഖൂലു അവൻ പറയും, അലാ മുസ്തഗ്ഫിറുൻ പാപമോചനം തേടുന്ന ആരുണ്ട്? യൽഖ ഗാഫിറൻ പുറത്തു കൊടുക്കുന്ന പാപമോചനമേകുന്ന റബ്ബിനെ അവന് കണ്ടെത്താം. വമുസ്തംനിഹുൻ ഖൈറൻ വരിസ്ഖൻ ആരുണ്ട് നന്മയും റിസ്ഖും അള്ളാഹുവിനോട് ചോദിക്കാൻ. ഫയുംനഹു അവൻ നൽകപ്പെടും. റവാ ദാക ഖൗമുൻ ലാ യുറദ്ദു ഹദീസുഹും റവാ ദാക കാര്യം റിവായത്ത് ചെയ്തിരിക്കുന്നു, ഉദ്ധരിച്ചിരിക്കുന്നു. ഖൗമുൻ ഒരു കൂട്ടം ആളുകൾ ലാ യുറദ്ദു ഹദീസുഹും ഒരിക്കലും അവരുടെ ഹദീസ്
തള്ളപ്പെടുകയില്ല, അത് തള്ളുക സാധ്യമല്ല. അല ഖാബ ഖൗമുൻ, ഒരു കൂട്ടർ തുലഞ്ഞു പോയിരിക്കുന്നു. ആരാണ് അവർ? കദ്ദബൂഹും വഖുബ്ബഹു. കദ്ദബൂഹും, ഈ ഹദീസ് റിവായത്ത് ചെയ്ത, ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ആളുകളെ, സഹാബത്തിനെ, താബിഈങ്ങളെ എല്ലാം നിഷേധിച്ച ആളുകൾ അവർ തുലഞ്ഞു പോയിരിക്കുന്നു. വഖുബ്ബഹു, അവരങ്ങേറ്റം മോശക്കാരായി പോയിരിക്കുന്നു. നോക്കൂ, ഈ വരികളിൽ ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ രണ്ട് സുപ്രധാനമായ സിഫത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കരങ്ങൾ, അവൻ്റെ കൈകൾ. രണ്ട് നുസൂലുല്ലാഹ്, അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ ഇറങ്ങി വരും, അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന സിഫത്ത്. ഈ രണ്ട് സിഫത്തുകളെക്കുറിച്ചാണ് ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് ഈ വരികളിലൂടെ പറയുന്നത്. നോക്കിയതിലെ ഒന്നാമത് പറഞ്ഞ സിഫത്തിനെ കുറിച്ച് നമുക്ക് ആദ്യം വിശദീകരിക്കാം. അഥവാ അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കരം, അവൻ്റെ കൈകൾ. ഇവിടെ ഇത്രയും മുൻഗാമിയായ ഈ മഹാനായ ഇമാം ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ. ഖദ് യുൻകിറുൽ ജഹ്മിയു അയ്ളൻ യമീനഹു. ജഹ്മികൾ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുള്ള ജഹ്മികൾ അള്ളാഹുവിൻ്റെ കൈകൾ എന്ന സിഫത്തിനെ നിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇത്രയും മുൻഗാമിയായ ഈ ഇമാം അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന, അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവരെയാണ് വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇക്കാലത്ത് അഹ്ലുസുന്നത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്നവർ അള്ളാഹുവിന് കരങ്ങളുണ്ട്, അവൻ പറഞ്ഞ വിശേഷണങ്ങളുണ്ട് എന്ന് പറയുന്നവരെ പരിഹസിക്കാൻ, അവർ ഇബാദത്ത് ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ റബ്ബിനെ അല്ല മറ്റേതോ ദൈവത്തെയാണ് എന്ന് വരെ പറയാൻ മുതിരുന്നു. ആർക്കാണ് മുൻഗാമികളുടെ പാരമ്പര്യമുള്ളത്? ആർക്കാണ് ഇമാമിങ്ങളുടെ മാതൃകയുള്ളത് എന്ന് ചിന്തിച്ചു നോക്കൂ. ഇമാം അബൂ ദാവൂദിൻ്റെ മകനെ തള്ളിക്കളയാൻ, അദ്ദേഹം പിഴച്ച ആളാണെന്ന് പറയാൻ, അഹ്ലുസുന്നത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്ന, സുന്നത്ത് ജമാഅത്താണ് ഞങ്ങൾ എന്നവകാശപ്പെടുന്ന ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. അത്രയും മുൻഗാമിയായ ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധമായ കവിതയിൽ എന്തു പറയുന്നു? പിഴച്ച ചില കക്ഷികൾ അള്ളാഹുവിൻ്റെ യമീനിനെ, അവൻ്റെ കരം എന്ന വിശേഷണത്തെ നിഷേധിച്ചു കളയും, ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, എന്താണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം? അള്ളാഹുവിൻ്റെ യദാകട്ടെ, അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖമാകട്ടെ, അവൻ്റെ നുസൂൽ, അവന് ഇറങ്ങുമെന്ന സിഫത്താകട്ടെ, അള്ളാഹുവിൻ്റെ ഏത് സിഫത്താകട്ടെ, അഹ്ലുസുന്നത്തിൻ്റെ മാർഗം എന്താണ്? അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. നിന്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ്, ഇസ്സത്തിൻ്റെ ഉടയവനായ റബ്ബ്. അമ്മാ യസിഫൂൻ, അവർ അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് മേൽ സലാം. അപ്പോൾ നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ബാധഗതികളിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. എന്നാലോ അള്ളാഹുവിൻ്റെ നബിമാർ ഒരിക്കലും മോശമായ കാര്യങ്ങൾ പാടില്ലാത്തത് റബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സലാമത്താണുള്ളത്, അവരുടെ വാക്കുകളിൽ സലാമത്താണുള്ളത്, സുരക്ഷയാണുള്ളത്. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകരുടെയും റബ്ബായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അഥവാ അള്ളാഹുവിന് അവൻ്റെ സ്തുതി എന്ന് പറയുന്നത് അവൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളതാണ്. എല്ലാ നല്ല വിശേഷണങ്ങളും പരിപൂർണമായ അർത്ഥത്തിലുള്ളവനാണ് റബ്ബ്. തസ്ബീഹും ഹംദും എന്തുകൊണ്ടാണ് ഒരുമിച്ച് വരുന്നത്? സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റിലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എത്ര
ദിക്റുകളിൽ ദുആകളിൽ നമുക്കിത് കാണാം. എന്തുകൊണ്ടാണ് തസ്ബീഹും ഹംദും ഒരുമിച്ച് വരുന്നത്? കാരണം തസ്ബീഹിലുള്ളത് നഫിയാണ്, ഹംദിലുള്ളത് ഇസ്ബാത്താണ്. തസ്ബീഹിലുള്ളത് അള്ളാഹു എത്രയോ പരിശുദ്ധരാണ്, അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഹംദിലുള്ളതോ അള്ളാഹുവിന് വിശേഷണങ്ങൾ, അവനും അവൻ്റെ റസൂലുകളും പറഞ്ഞ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് പറയലാണ് ഹംദ്. എന്തൊക്കെയാണ് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ? ഇതാ ഈ വരികളിൽ തന്നെ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. വലൈസ ബി മൗലൂദിൻ വലൈസ ബിവാലിദിൻ വലൈസ ലഹു ഷിബ്ഹുൻ തആലൽ മുസബ്ബഹു. അള്ളാഹു ആരുടെയും സന്താനമായി ജനിച്ചവനോ അള്ളാഹു ആരെയെങ്കിലും ജനിപ്പിച്ച ആരുടെയെങ്കിലും പിതാവോ അല്ല, അവനെപ്പോലെ ആരും തന്നെ ഒരു ഷിബ്ഹുമില്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞവർക്ക് പല തവണ മറുപടി വന്നത് നമുക്ക് കാണാം. ഒരുപാട് ഇടങ്ങളിൽ, ഖുർആനിലെ പലയിടങ്ങളിൽ. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെയും സന്താനമായി ജനിച്ചവനല്ല, അള്ളാഹുവിനൊരു പിതാവില്ല എന്ന് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എവിടെയാണത്? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനാണ്, സൂറത്തുൽ ഇഖ്ലാസിനാണ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ് എന്നാൽ അവൻ ആരുടെയെങ്കിലും പിതാവല്ല, അവൻ ഏതെങ്കിലും സന്താനത്തെ ജനിപ്പിച്ചവനല്ല. അതാണ് ലം യലിദ് എന്ന് പറഞ്ഞാൽ അർത്ഥം. വലം യൂലദ് എന്നാൽ എന്താണ്? അവൻ ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനല്ല, അവന് പിതാവില്ല, മറിച്ച് അവൻ ആദ്യമേ ഉള്ളവനാണ്. എന്തുകൊണ്ടാണ് ഇത് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം പറഞ്ഞത്? കാരണം പിഴച്ച കക്ഷികളിൽ ആരും തന്നെ ലോകത്തറിയപ്പെട്ടിട്ടില്ല, അള്ളാഹുവിനൊരു പിതാവുണ്ടെന്ന് പറഞ്ഞവരായി ആരും അറിയപ്പെട്ടിട്ടില്ല. മറിച്ച് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞ പല കക്ഷികളുണ്ട്. ഉദാഹരണത്തിന് അവരിൽ ഏറെ അധികം ഉള്ളവർ നസ്രാനികളാണ്. വഖാലത്തിൽ യഹൂദ് ഉസൈറുൻ ഇബ്നുല്ലാഹ് വഖാലത്തിൽ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്. യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ്, നസാറാക്കൾ പറഞ്ഞു ഈസ അള്ളാഹുവിൻ്റെ മകനാണ്. അതുപോലെ മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. തആല അല്ലാഹ്. നോക്കൂ, ഇങ്ങനെ പറഞ്ഞ പല കൂട്ടരുണ്ട്. പക്ഷേ അള്ളാഹുവിന് പിതാവുണ്ടെന്ന് പറഞ്ഞവർ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നോക്കൂ, ഖുർആനിൽ അക്കാര്യം ഒരേ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ നോക്കൂ, എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം ആരുടെയെങ്കിലും സന്താനമാവുക ആരാണോ അവർക്കാണ് സന്താനങ്ങൾ ജനിക്കുക. സന്താനം ജനിക്കുക ആർക്കാണ്? ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവർക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആകട്ടെ, അവനൊരു വാലിദില്ല, മറിച്ച് അവൻ ഔവലാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവന് തുടക്കമില്ല, അവൻ ആഖിറാണ്, അവൻ അവസാനമായുള്ളവനാണ്, അവന് ഒടുക്കമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയിരുന്ന ശ്രേഷ്ഠമായൊരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈ. അല്ലാഹുവേ, നീയാണ് അൽ അവ്വൽ, ആദ്യമേ ഉള്ളവൻ, ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുൻപ് യാതൊന്നുമില്ല, വഅൻതൽ ആഖിർ, അല്ലാഹുവേ നീയാണ് അവസാനമായുള്ളവൻ, വലൈസ ബഅദക ശൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. അപ്പോൾ നോക്കൂ, ഇതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. അള്ളാഹുവിനുണ്ട് എന്ന് ഖുർആനിനും സുന്നത്തിനും വന്ന സിഫത്തുകൾ അവനുണ്ട് എന്ന് പറയുക, അള്ളാഹുവിനെ ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താതെ ഇസ്ബാത്തുൻ അവനുണ്ട് എന്ന് സ്ഥിരീകരിക്കും അള്ളാഹുവിൻ്റെ സിഫത്തുകൾ. പക്ഷേ ബിലാ തംസീൽ, ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്തിക്കൊണ്ടല്ല. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയും. പക്ഷേ ബിലാ തഅതീൽ, അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ തള്ളിക്കളയുകയില്ല. നോക്കൂ, റബ്ബിനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും 100-ലധികം തവണ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഒന്നാണ് അവൻ്റെ കരങ്ങൾ, അവൻ്റെ ഇരു കൈകൾ. നോക്കൂ, ഖുർആനിലും സുന്നത്തിലും 100-ലധികം തവണ ഇത് വന്നിട്ടുണ്ട്. സഹാബത്തിൻ്റെ വാക്കുകളിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിങ്ങൾ നോക്കൂ എത്ര തവണ വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ബൈഅത്തുർ റിദ്വാനിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിന്മേൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തു. അതേക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞത് കാണാം, യദുല്ലാഹി ഫൗഖ ഐദീഹിം, യദുല്ലാഹി ഫൗഖ ഐദീഹിം, അള്ളാഹുവിൻ്റെ കൈ അവരുടെ കൈകൾക്ക് മേലെയുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല ഗുല്ലത് ഐദീഹിം വലുഇനു ബിമാ ഖാലു ബൽ യദാഹു മബ്സൂതതാൻ യുൻഫിഖു കൈഫ യശാ. വഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ട കരങ്ങളാണ്. ഗുല്ലത് ഐദീഹിം, റബ്ബ് പറയുകയാണ് അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ. വലുഇനു ബിമാ ഖാലു, അവരാ പറഞ്ഞത് കാരണത്താൽ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ യദാഹു, അല്ല, അള്ളാഹുവിൻ്റെ ഇരു കൈകളും മബ്സൂതതാൻ, നീട്ടിപ്പിടിച്ച കൈകളാണ്. യുൻഫിഖു കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ചെലവഴിക്കുന്നു. ആ കൈകൾ കൊണ്ട് അള്ളാഹു ചെലവഴിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇബ്ലീസിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ സുജൂദ്. ഇബ്ലീസ് പറഞ്ഞു, ഇബ്ലീസ് അതിന് തയ്യാറായില്ല. അള്ളാഹു ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഖാല യാ ഇബ്ലീസ്, ഖുർആനിൽ കാണാം, ഓ ഇബ്ലീസ്, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. ഹേ ഇബ്ലീസ്, എന്താണ് എൻ്റെ ഇരു കൈകൾ കൊണ്ട്, ബിയദയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ പടച്ച ആദമിന് സുജൂദ് ചെയ്യാൻ എന്തേ നിനക്ക് തടസ്സമായി? അസ്തക്ബർത, നീ അഹങ്കാരം നടിച്ചതാണോ? അം കുൻത മിനൽ ആലീൻ, അല്ല നീ വലിയ ഉയർന്നവനായി പോയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ എത്രയാണ് അള്ളാഹുവിൻ്റെ കൈകളെക്കുറിച്ച് വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു രാത്രി അവൻ്റെ കൈ നീട്ടിപ്പിടിക്കുന്നു. എന്തിനു വേണ്ടി? ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തിന്മ ചെയ്തവൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. വയബ്സുതു യദഹു ബിന്നഹാർ, അള്ളാഹു പകലിൽ അവൻ്റെ കൈ നീട്ടിപ്പിടിക്കുന്നു. ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രി തിന്മകൾ ചെയ്തവൻ അവനിലേക്ക്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യദുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ കൈകൾ അത് നിറഞ്ഞ കൈകളാണ്. സഹാ അൽ ലൈല വൻ നഹാർ, രാപ്പകൽ വ്യത്യാസമില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അലം ചറൗ, നിങ്ങൾ കണ്ടില്ലേ, മാ അൻഫഖ മുൻദു ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അന്നു മുതൽ എത്രയാണ് റബ്ബ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫഇന്നഹു ലം യഗ്ദ് മാ ഫി യമീനഹ്, അല്ലാഹുവിൻ്റെ വലത് കയ്യിലുള്ളത് ഈ ഇത്രയും കൊടുത്തത് കൊണ്ടൊന്നും, കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നതുകൊണ്ടൊന്നും എന്തു ചെയ്യുന്നില്ല, കുറഞ്ഞു പോകുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിന് ഇരു കരങ്ങളുണ്ട് എന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. രണ്ട് കൈകൾ അവനുണ്ട്. പക്ഷെ അവൻ്റെ കൈകളുടെ പ്രത്യേകതയാണ് ഹദീസുകളിൽ കാണാം, വകിൽതാ യദൈഹി യമീനുൻ, അവൻ്റെ രണ്ട് കൈകളും വലതു കൈകളാണ്. അവൻ്റെ രണ്ട് കൈകളും വലതു കൈകളാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു രൂപം നിൻ്റെ മനസ്സിൽ വരുന്നുണ്ടോ, നീ അപ്പോൾ മനസ്സിലാക്കുക റബ്ബിൻ്റെ സിഫത്ത് അതിൻ്റെ അപ്പുറത്താണ്. കാരണം റബ്ബിനെ നീ കണ്ടിട്ടില്ല, അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളും നീ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ പോലെ ഒരാളെയും നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ സിഫത്തുകൾ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കാൻ നമുക്ക് കഴിയുകയില്ല, നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലും സുന്നത്തിലും വന്നത് അതുപോലെ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ രീതി. അതല്ലാതെ അതിനെ നിഷേധിക്കുകയോ അതിനെ ഇല്ലെന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, പല ആളുകളും ഇതിനെ പല രൂപത്തിൽ നിഷേധിക്കുന്നതും ഇതിനെ വ്യാഖ്യാനിക്കുന്നതുമെല്ലാം നമുക്ക്
കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടാലും അറിഞ്ഞാലും അത് എങ്ങനെ വിശ്വസിക്കണമെന്ന് അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ അടിസ്ഥാനപരമായ വാക്കുകളായി എല്ലാ സിഫത്തുകളിലും നമുക്ക് ഒരു അടിസ്ഥാനമായി വെക്കാവുന്ന വാക്കാണ് ഇമാം മാലിക് ഇബ്ൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരാൾ വന്ന് അള്ളാഹുവിൻ്റെ ഇസ്തിവാഇനെ കുറിച്ച് ചോദിച്ച സംഭവം. കൈഫ ഇസ്തവ, അള്ളാഹു അവൻ്റെ അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അർ-റഹ്മാനു അല അർശി ഇസ്തവ. ഒരാൾ ചോദിച്ചു കൈഫ ഇസ്തവ, എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത്? ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. നോക്കൂ, ഈ വാക്ക് ഇമാം മാലിക്കിനു മുൻപേ പല മുൻഗാമികളിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് പോലും അതിൻ്റെ സനദിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും, പക്ഷെ ഇമാം മാലിക്കിൽ നിന്ന് അത്രയും അറിയപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഇമാം മാലിക് ആരാണ്? ഇമാം അഹ്ലുസുന്ന, ഇമാം ദാറുൽ ഹിജ്റ. ഇതാണ് നമ്മുടെ അഖീദ. ഇത് ഏത് സിഫത്തിനെ കുറിച്ചും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ ഇസ്തിവാ, അവനവൻ്റെ അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എങ്ങനെ എന്ന പിഴച്ച ചോദ്യം ഒരാൾ ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഗൈറു മജ്ഹൂൽ, ആ പദത്തിൻ്റെ അർത്ഥം ഒരു അറിയാത്ത അർത്ഥമല്ല, മറിച്ച് അത് അറിയാം. ഗൈറു മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താ? മജ്ഹൂലല്ല, അതറിയാം. എന്തുകൊണ്ടാണത്? ഇസ്തവ അല എന്നതിൻ്റെ അർത്ഥം അറബികൾക്കറിയാം. ആ അറബികളുടെ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അറിയാം. മനസ്സിലായില്ല? അർത്ഥം അറിയില്ല എന്ന് പറയുന്നത് പിഴച്ചവാദമാണ്. അർത്ഥമറിയില്ല എന്ന് പറയുന്നത് പിഴച്ചവാദം. എന്താണ് അറിയാത്തത്? കെയ്ഫാണ് അറിയാത്തത്. വൽ കെയ്ഫു ഗൈറു മഅഖൂൽ. മാലിക് ബാക്കി പറഞ്ഞു, എന്നാൽ കെയ്ഫ് എങ്ങനെ എന്നത് ഗൈറു മഅഖൂൽ, അത് നമുക്കറിയുകയില്ല, അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ വളരെ വളരെ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യം. ഇസ്തിവാഉ, അത് അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ. മറ്റു ചില റിവായത്തുകളിൽ അൽ ഇസ്തിവാഉ മഅലൂം, ഇസ്തിവാ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. അള്ളാഹു നിങ്ങൾക്ക് വാഹനങ്ങൾ സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. ലിതസ്തവൂ അലാ ദുഹൂരിഹി, നിങ്ങൾ അതിൻ്റെ പുറത്ത് കയറാൻ. ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. നിങ്ങൾ അതിൻ്റെ പുറത്ത് കയറി നിങ്ങളുടെ റബ്ബിൻ്റെ നിഅമത്ത് ഓർത്ത് ഇതാ ഈ ദുആ പറയാൻ. അവിടെ പ്രയോഗിച്ച വാക്കെന്താണ്? ഇസ്തവ എന്ന വാക്കാണ്. ലിതസ്തവൂ അലാ ദുഹൂരിഹി, വാഹനപ്പുറത്ത് നിങ്ങൾ കയറാൻ. നിങ്ങൾ നോക്കൂ, കപ്പലിന് മുകളിൽ കയറാൻ നൂഹ് അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞത് എങ്ങനെയാണ്? കപ്പൽ മുകളിൽ കയറിയാൽ, അതേക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. ഫഇദ സ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്ക്. നൂഹ്, താങ്കളും താങ്കളുടെ കൂടെ ഉള്ളവരും കപ്പലിന് മുകളിൽ കയറിയാൽ. എന്താ വാക്കെന്താണ്? ഇസ്തവ അല. ഇസ്തവ അല. നോക്കൂ, ആ കപ്പൽ, ശ്രദ്ധിക്കുക, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക ഈ കാര്യം. ആ കപ്പൽ ജൂദി എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നു നിന്നു. അതേക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വസ്തവത് അലൽ ജൂദി ഖീല യാ അർദുബ്ലഇ മാഅകി വയാ സമാഉ അഖ്ലിഇ വഗീദൽ മാഉ വഖുദിയൽ അംറു വസ്തവത് അലൽ ജൂദി. ആ മഹാപ്രളയം അത് മുഖേന എല്ലാവരും നശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഓ ഭൂമിയോട് റബ്ബ് പറഞ്ഞു, നീ നിൻ്റെ വെള്ളം അത് വിഴുങ്ങുക. ആകാശത്തോട് മഴ നിർത്താൻ അള്ളാഹു കൽപ്പിച്ചു. കാരണം ആ പ്രളയം എന്തായിരുന്നു? മുകളിൽ നിന്ന് വെള്ളം, താഴെ നിന്നും വെള്ളം. ഭൂമിയിൽ തുറവൊട്ടുന്നു, മുകളിൽ നിന്ന് വെള്ളം വരുന്നു. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു, മേഘമില്ലാത്ത മഴയായിരുന്നു എന്നാണ്. ഈ രണ്ട് വെള്ളവും കൂട്ടിമുട്ടി എന്നാണ് സൂറത്തുൽ ഖമറിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തായിരിക്കും അത്?
ഇതെല്ലാം അവസാനിച്ചു. അവസാനം റബ്ബ് പറയുകയാണ് വസ്തവത് അല ജൂദി, ജൂദി പർവ്വതത്തിന് മുകളിൽ കപ്പൽ ഇസ്തിവാ ചെയ്തു. എന്താ വാക്ക്? ഇസ്തവ അല. അപ്പോൾ ഇസ്തവ അല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാലൂം, അർത്ഥമറിയാം. പക്ഷേ കെയ്ഫ് എന്താണ്, അള്ളാഹുവിൻ്റെ ഇസ്തിവ എങ്ങനെ, അത് നമുക്ക് അറിയുകയില്ല. അർത്ഥമറിയാം, എങ്ങനെയെന്നറിയുകയില്ല. ശരിക്കും കാര്യം മനസ്സിലാക്കണം. അതേസമയം അർത്ഥമറിയില്ല എന്ന് പറയുന്ന ഒരു പിഴച്ചവാദമുണ്ട്. തഫ്വീദിൻ്റെ വാദമാണ് തഫ്വീദ് എന്ന പിഴച്ചവാദം. അവർ പറയും ഇസ്തവാല എന്ന് പറയാം, ഇസ്തവാല അർത്ഥം നമുക്കറിയില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ മനോഹരമായൊരു വാക്കാണല്ലോ, അർത്ഥം അള്ളാഹുവിനറിയാം എന്ന് പറയുമ്പോൾ അതിലെന്താണ് കുഴപ്പം? അല്ല, അതിലുള്ള വലിയ അപകടം എന്താണ്? സുബ്ഹാൻ അല്ലാഹ്, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. അതിൽ അപകടം കേവലം അതിൻ്റെ അർത്ഥം അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞവർ നിർത്തുകയില്ല. മറിച്ച് അതിൻ്റെ ലാഹിറായ അർത്ഥം എന്താണോ, നേർക്ക് നേരെ അതിൻ്റെ അർത്ഥം എന്താണോ, ആ കിട്ടുന്ന അർത്ഥം അത് വിശ്വസിക്കുക കുഫറാണെന്നാണ് അവരുടെ വാദം. മനസ്സിലായില്ലേ? നേർക്ക് നേരെ കിട്ടുന്ന അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക കുഫറാണ്. മറിച്ച് അർത്ഥം അള്ളാഹുവിനറിയാം, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എങ്ങനെയെന്നാണ് അള്ളാഹുവിന് മാത്രം അറിയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലാം ഈ ആളുകൾക്ക് ബാധിച്ച പ്രശ്നം എന്താണ്? അവർ പറഞ്ഞു മുകളിൽ കയറുക, ഇസ്തവ അല. അങ്ങനെ പറഞ്ഞാൽ അത് പടപ്പുകളെ പോലെ ആയിപ്പോകും. അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാകും? ഒരിക്കലുമില്ല. അത് യഥാർത്ഥത്തിൽ അവർക്ക് ആ രൂപത്തിൽ മാത്രം ചിന്തിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ്, അവരുടെ മനസ്സിൽ ഈ സാദൃശ്യപ്പെടുത്തൽ വന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, പടപ്പുകളുടെ ഈ 3 തരത്തിലുള്ള ഇസ്തവ അല എന്ന പ്രയോഗം പടപ്പുകളെക്കുറിച്ച് പ്രയോഗിച്ചത് ഖുർആനിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഏതാണ്? ഒന്ന് വാനത്തിൽ കയറുമ്പോൾ, 2 നൂഹ് അലൈഹിസ്സലാമിനോട് കപ്പലിൽ കയറുമ്പോൾ, 3 കപ്പൽ ജൂദി പർവ്വതത്തിന് മുകളിൽ. ഇത് 3 പടപ്പുകളുടെ ഇസ്തിവ ആണോ? അല്ലേ? ആണ്. സൃഷ്ടികളുടെ ഇസ്തിവ ആണ്. ഇത് 3 തന്നെ വേറെ വേറെയാണ്, ഒരുപോലെയാണോ? അല്ല. നിങ്ങൾ സാധാരണ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറുന്നതും ആ ഇസ്തിവാവും, കപ്പലിൽ കയറുന്നതും 2 ഇസ്തിവാണ്. കപ്പൽ പർവ്വതത്തിന് മുകളിൽ കയറി, ആ ഇസ്തിവ അത് വേറെ ഇസ്തിവാണ്. നോക്കൂ, പടപ്പുകളുടേതുപോലും ഇസ്തിവാഇൻ്റെ കൈഫിയ, അതിൻ്റെ രൂപം വ്യത്യസ്തമാണ്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ്റെ ഇസ്തിവ എന്തുകൊണ്ടും വേറെയാണ്. ഇതാണ് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പക്ഷേ രൂപം അറിയില്ല. ഇതാണ് എല്ലാ റബ്ബിൻ്റെ സിഫത്തുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ യദ്, അവൻ്റെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗൈറു മജ്ഹൂൽ, അതറിയാത്ത കാര്യമല്ല. പക്ഷേ വൽ കൈഫു ഗൈറു മഅഖൂൽ, എങ്ങനെയെന്ന് നമുക്കറിയില്ല. പടപ്പുകളുടെ സൃഷ്ടികളുടെ നിങ്ങൾ നോക്കൂ, കൈകൾ ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. സൃഷ്ടികളുടെ എല്ലാവരുടെയും കൈകൾ ഒരുപോലെയല്ല. മനുഷ്യൻ്റെ തന്നെ കൈയും മൃഗങ്ങളുടെ കൈകളും ഒരുപോലെയല്ല. അതിന് ജീവനില്ലാത്ത പലതിനും അതിൻ്റെ കൈ നമ്മൾ പറയാറുണ്ട്. ആ കൈയും ഈ കൈയും ഒരുപോലെയല്ല. പിന്നെ ഖാലിഖായ റബ്ബിൻ്റെ കൈകളോട് ഇതിനെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കുക? സാദൃശ്യപ്പെടുത്താതെ വിശ്വസിക്കുക. അൽ ഈമാനു ബിഹി വാജിബ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. അതേക്കുറിച്ച് എങ്ങനെ എന്ന ചോദ്യം സഹാബത്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം ബിദ്അത്താണ്. മാലിക് റഹിമഹുല്ലാഹ് ആ ചോദ്യം ചോദിച്ച ആളെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. നിന്നെ ഒരു ബിദ്അത്തുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സദസ്സിൽ നിന്ന് പുറത്താക്കാൻ ഇമാം മാലിക് ഇബ്ൻ അനസ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണത്? കാരണം ആ കാലം സുന്നത്ത് അതിൻ്റെ ഖുവ്വത്തിൽ നിൽക്കുന്ന, ബിദ്അത്ത് അങ്ങേറ്റം ദൗർബല്യത്തിൽ നിൽക്കുന്ന കാലമായിരുന്നു. അതുകൊണ്ട് ആ പുറത്താക്കൽ എന്തു സംഭവിക്കും? അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഇമാം മാലിക് സദസ്സിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഒരു മനുഷ്യനാണ് തിരിഞ്ഞു നോക്കൂല. അയാളുടെ ബിദ്അത്തിന്റെ പിന്നാലെ ആ ആളുകൾ പോവുകയില്ല. അതേസമയം നോക്കൂ, പിന്നീട് കാലം കഴിഞ്ഞു. അഹ്ലുസുന്നത്തിൻ്റെ മറ്റു ചില ഇമാമുമാർ, മുഹദ്ദിസുകളിൽ മഹാന്മാരായ ചില ഇമാമുമാർ, അവരുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാം ഇതുപോലുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവർ വളരെ സൗമ്യമായി ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. സമാനമായ ചോദ്യം അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാഹ് മുഹദ്ദിസുകളിൽ മഹാനാണ്, ഇമാമാണ്. ഇമാം ബുഖാരിയുടെ ഒക്കെ റാവിമാരിൽ, ഇമാം ബുഖാരിക്ക് മുന്നേ ജീവിച്ച
അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നമുക്ക് ധാരാളമായി സനദിൽ കാണാൻ സാധിക്കുന്ന മുഹദ്ദിസുകളുടെ ഇമാമുമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ. മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൻ്റെ തുടക്കത്തിൽ ഇമ്മത്തുൽ ഹദീസിൻ്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഏതാണ്ട് ഇതുപോലത്തെ ചോദ്യം ഒരാൾ ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞതുപോലെ പറഞ്ഞെടുത്തതിന് ശേഷം ആളെ പിടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞില്ല, മറിച്ച് സൗമ്യമായി കാര്യം പറഞ്ഞു കൊടുത്തു. കാരണം എന്താണ്? കാലം മാറിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ചില കാലത്ത് പുറത്താക്കിയാൽ ചില ഇമാമുമാർ സുന്നത്ത് അതിൻ്റെ അഹ്ലുസുന്ന അതിൻ്റെ ശക്തിയിൽ നിൽക്കുമ്പോൾ അവരെ പുറന്തള്ളാനും അവരോട് അടുക്കരുത് എന്ന് പറഞ്ഞാലും ആളുകൾ അവിടെ നിൽക്കും. അതേസമയം ചില കാലത്തോ പുറത്താക്കിയ ജനങ്ങളൊക്കെ പിന്നെ ഓൻ്റെ പിന്നാലെ ഇരിക്കും, പുറത്താക്കപ്പെട്ട വിമതൻ്റെ പിന്നാലെ ഇരിക്കും ആളുകളൊക്കെ കൂടുക. അങ്ങനെ കാലത്തിൽ വ്യത്യാസമുണ്ടാകും. അഹ്ലുസുന്ന അതിൻ്റെ ഖുവ്വത്തിൽ നിൽക്കുമ്പോൾ ഏതാണ് ഖൈർ, അതാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ചെയ്തത്. ഇമാം മാലിക് അവിടെ ചെയ്തതാണ് ശരി. എന്നാൽ പിൽക്കാലത്ത് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ അദ്ദേഹം ചെയ്ത് അവിടെ ശരിയാണ്. കാരണം അത് ഈ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന മസ്ലഹത്ത് എന്താണ്, അതിൻ്റെ മഫ്സദത്ത് എന്താണ്, അതിൻ്റെ കണക്കെടുപ്പിലൂടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാടാണ്. ബിദ്അത്ത് ആളുകൾക്കിടയിൽ പ്രചരിക്കാതിരിക്കാൻ എന്താണോ ഓരോ സമയത്തും സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കേണ്ടി വരും. സുന്നത്ത് വളരെ വാഹിറായി നിൽക്കുന്ന ആളുകളെല്ലാം അതിൻ്റെ ആളുകളായി നിൽക്കുന്ന ബിദ്അത്തിന് യാതൊരു ശക്തിയും ഇല്ലാത്തയിടത്ത് ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അല്ലാത്ത സ്ഥലത്ത് നോക്കൂ, അഹ്ലുസുന്ന ഈ നിലപാട് സ്വീകരിച്ചാൽ അഹ്ലുസുന്നത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകാനാണ് ഇടയാകുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? സുന്നത്ത് പ്രചരിക്കണം, ബിദ്അത്ത് അത് ദുർബലമാകണം, അതാണ് ഉദ്ദേശം. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് മാലിക് റഹിമഹുല്ലാ പഠിപ്പിച്ച ഈ അസൽ അള്ളാഹുവിൻ്റെ ഏത് സിഫത്ത് പഠിക്കുമ്പോഴും നമുക്ക് ബാധകമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ ധാരാളം വന്നിട്ടുള്ള അവൻ്റെ സിഫത്താണ്, അവൻ്റെ പേരാണ് സമീഅ്. എന്താണ് അർത്ഥം? അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. സമീഅ് എന്ന റബ്ബിൻ്റെ പേരിലുള്ള സിഫത്ത് ഏതാണ്? സമഅ്, അള്ളാഹുവിൻ്റെ കേൾവി എന്ന സിഫത്താണ്. ബസീർ എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ള സിഫത്ത് ഏതാണ്? ബസർ, കാഴ്ച എന്ന റബ്ബിൻ്റെ സിഫത്താണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. വെള്ളിയാഴ്ചകൾ നമ്മൾ സുബ്ഹ് നിസ്കാരത്തിൽ കേൾക്കുന്ന സൂറത്താണല്ലോ. ഹൽ അതാ അലൽ ഇൻസാന ഹീനുൻ മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. മനുഷ്യനെ നാം സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന് സമഉണ്ട്, മനുഷ്യന് സമഉണ്ട്. അള്ളാഹുവിന് ബസറുണ്ട്, മനുഷ്യന് ബസറുണ്ട്. പക്ഷെ ആ സമഅല്ല ഈ സമഅ്, ആ ബസറല്ല ഈ ബസർ. ഇതുപോലെ തന്നെ എല്ലാ സിഫത്തുകളും ഇങ്ങനെ തന്നെ. അള്ളാഹുവിന് ഏതുണ്ട്, അവന് കൈകളുണ്ട്, പടപ്പുകൾക്ക് കൈകളുണ്ട്. പക്ഷെ ആ കൈകളല്ല ഈ കൈകൾ. ഇത് തന്നെയാണ് വളരെ എളുപ്പമുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ പിഴച്ച കക്ഷികൾ, അശാരികൾ, സമസ്തക്കാരും മറ്റും കൊണ്ടു നടക്കുന്ന അശാരി വിശ്വാസത്തിൽ അവർ പറയും, ചില സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞാൽ അത് പടപ്പുകളെ പോലെ ആയിപ്പോകും. 7 സിഫത്തുകൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയും. ഈ ആളുകൾ പറയാറുണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അതല്ലെങ്കിൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ശരി, ഇതേ കാര്യം വെച്ച് നമുക്ക് തിരിച്ചു ചോദിക്കാം, മനുഷ്യന് അറിവില്ലേ? അള്ളാഹു മനുഷ്യന് അറിവുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിൽ ഉലമാ ഉണ്ട്, പണ്ഡിതന്മാരുണ്ടെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിന് ഇൽമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അള്ളാഹുവിന് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ പോലെ ആയിപ്പോയോ? അപ്പോൾ അവർ പറയും ഇല്ല. എന്തുകൊണ്ടാണ് ആകാത്തത്? പടപ്പുകളുടെ ഇൽമ് വേറെ, അള്ളാഹുവിൻ്റെ ഇൽമ് വേറെ. കൂട്ടരെ ഇത് തന്നെ ബാക്കിയുള്ള സിഫത്തിന് പറഞ്ഞാൽ മതി. അള്ളാഹുവിൻ്റെ ഇത് വേറെ, കൈ വേറെ, പടപ്പുകളുടെ കൈകൾ വേറെ. അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം വേറെ, പടപ്പുകളുടെ മുഖം വേറെ. പ്രശ്നം കഴിഞ്ഞു. ഒരു സിഫത്തുകളെ കുറിച്ച് പറയുന്ന എന്ത് വാദമാണോ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന സിഫത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ അതന്നെയാണ് ബാക്കിയുള്ള സിഫത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോകട്ടെ, ദാത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു ഉണ്ടോ? ഉണ്ട്. അള്ളാഹുവിനെ പോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളും. ദാത്ത്, പടപ്പുകൾക്കും ദാത്തുണ്ട്, അള്ളാഹുവിന് ദാത്തുണ്ട്. അഥവാ പടപ്പുകൾ അള്ളാഹുവിനെ പോലെ അല്ല, അതുപോലെ സിഫത്തുകളും അങ്ങനെ തന്നെ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പോലെയല്ല പടപ്പുകളുടെ സിഫത്തുകൾ. അസീസ്, അള്ളാഹു ഖുർആനിൽ അവനെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ പേരാണ്. എന്താണ് അസീസ് എന്ന പേരിലുള്ള വിശേഷണം? സിഫത്ത് ഇസ്സത്ത് എന്ന സിഫത്താണ്.
പടപ്പുകളെക്കുറിച്ച് അള്ളാഹു അസീസ് എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇമ്രാഅത്തുൽ അസീസ്. പക്ഷെ ആ ഇസ്സത്തല്ല ഈ ഇസ്സത്ത്. അതുപോലെ നോക്കൂ, ഷഹിദല്ലാഹ്, അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന്. വൽ മലായികതു, മലക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽം, അറിവുള്ളവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. സൂറത്ത് ആല ഇമ്രാൻ ആയത്താണ്. അള്ളാഹു സാക്ഷ്യം വഹിച്ചു, മലക്കുകൾ സാക്ഷ്യം വഹിച്ചു, ഇൽമുള്ളവർ സാക്ഷ്യം വഹിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഷഹാദത്ത് പോലെയാണോ, അവൻ്റെ സാക്ഷ്യം പോലെയാണോ മലക്കുകളുടെ സാക്ഷ്യം? അതുപോലെയാണോ പണ്ഡിതന്മാരുടെ സാക്ഷ്യം? ഒരിക്കലുമല്ല. ഖുർആനിൽ നമുക്ക് കാണാം, ഖാറൂൻ എന്ന പണക്കാരനോട് ആളുകൾ ഉപദേശിച്ചത്, വഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, വഹ്സിൻ, നീ നന്മ ചെയ്യൂ, കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ. ഇഹ്സാൻ, അവൻ്റെ ഇഹ്സാൻ അത് അള്ളാഹുവിൻ്റെ ഇഹ്സാൻ പോലെയാണോ? അല്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ വിശേഷണങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, റബ്ബിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഹോദര നിനക്ക് നിന്റെ കൈ പോലെ തോന്നുക? അള്ളാഹു അവൻ്റെ കൈകളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? സൂറത്ത് സുമറിൽ നിങ്ങൾ നോക്കൂ, വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി. വൽ അർദു ജമീഅൻ, ഭൂമി മുഴുവൻ, ഖബ്ദതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങളെ അവൻ തൻ്റെ വലതു കൈയിൽ ചുരുട്ടി പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് ഇത് വിശദീകരിച്ചു. അവിടുത്തെ കൈ കൊണ്ട് കാണിച്ചു. സഹാബത്ത് പറഞ്ഞു, നബി മിമ്പറിൽ നിന്ന് താഴെ വീണു പോകുമോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. എന്തിനാണ് അവർ കൈ കൊണ്ട് കാണിച്ചത്? അത് തശ്ബീഹിന് വേണ്ടിയല്ല, ഇതുപോലെ എന്ന് പറയാനല്ല, മറിച്ച് തഹ്ഖീഖുൽ ലിസ്സിഫ, അള്ളാഹുവിൻ്റെ ആ സിഫത്ത് ഉറപ്പിച്ചു പറയാനാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കാണുന്നവനാണ്, കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ണിലേക്കും ചെവിയിലേക്കും ചൂണ്ടിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇതുപോലെയാണെന്ന് പറയാനല്ല, പിന്നെയോ ആ സിഫത്ത്, ആ വിശേഷണം അള്ളാഹുവിനുണ്ട് എന്ന് തഹ്ഖീഖ് ചെയ്ത് ഉറപ്പിച്ചു പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന ഒരു കൈ, എങ്ങനെയാണ് ആ കൈയിനെ പടപ്പുകളുടെ കൈയിനോട് നിനക്ക് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുക? എന്തായിരിക്കും അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആകാശങ്ങൾ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും, എന്നിട്ട് അവൻ പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാകുന്നു യഥാർത്ഥ രാജാവ്. ഐന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലുള്ള രാജാക്കന്മാർ? ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, എവിടെ ഭൂമിയിലെ അഹങ്കാരികളും ഭൂമിയിലുള്ള ആളുകൾ അടക്കിവാണ സ്വേച്ഛാധിപതികളും ഒക്കെ എവിടെ? അള്ളാഹു ചോദിക്കുമെന്നാണ് പരലോകത്ത് ഖിയാമത്ത് നാളിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ മരങ്ങളെ, അവൻ്റെ ഭൂമിയിലെ മുഴുവൻ മരങ്ങൾ അവൻ്റെ ഒരു വിരലിലെടുക്കും, മണ്ണിനെ മറ്റൊരു വിരലിൽ, വെള്ളത്തെ മുഴുവൻ മറ്റൊരു വിരലിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തായിരിക്കും റബ്ബിൻ്റെ വിരലുകൾ? ലോകരുടെ ഹൃദയങ്ങൾ മുഴുവൻ അവൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള റബ്ബിൻ്റെ സിഫത്തിനെ എങ്ങനെയാണ് നിനക്ക് പടപ്പുകളോട് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടപ്പുകളുടെ കൈകളെല്ലാം ഒരുപോലെയാണോ? അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്റിജു അൻഫുസകും. അക്രമികൾ അവരുടെ മരണാസന്ന വേളയിൽ, മരണവെപ്രാളത്തിലായിരിക്കെ മലക്കുകൾ ബാസിതു ഐദീഹിം, അവരുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കും, കൈകൾ. ആരെങ്കിലും പറയുമോ നമ്മുടെ ഈ കൈകൾ പോലെ ഇങ്ങനെ രക്തവും ഞരമ്പുകളും തൊലിയും എല്ലും മാംസവും ഒക്കെ ഉള്ള കൈകളാണ് മലക്കുകളുടെ കൈകളാണ്? ആരെങ്കിലും പറയുമോ? അല്ല, അത് മലക്കുകളുടേതായ കൈകളാണ്. മലക്കുകൾ സൃഷ്ടികളാണ്, അവർക്ക് കൈകളുണ്ട്, നമ്മൾ വിശ്വസിച്ചിരിക്കണം. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ഖുർആനിൽ വന്നിട്ടുള്ളതാണ്, ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം. പക്ഷെ ആരാണ് അത് പടപ്പുകളുടെ കൈകൾ, ബാക്കിയുള്ള പടപ്പുകളുടെ മനുഷ്യരുടെ കൈകൾ പോലെയോ ഹൃദയങ്ങൾ പോലെയാണെന്ന് പറയുക? അവരാകട്ടെ സൃഷ്ടികളാണ്, അവർക്ക് യോജിച്ച കൈകളെന്ന് ആരും പറയും. പിന്നെ എങ്ങനെയാണ് റബ്ബിൻ്റെ കരത്തെ, അള്ളാഹുവിൻ്റെ കൈകളെ
അതിനെ അംഗീകരിക്കാൻ, അങ്ങനെ അംഗീകരിച്ചാൽ അത് പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലായി പോകും എന്ന് തോന്നിപ്പോവുക. ഇവിടെയാണ് പ്രിയമുള്ളവരെ പിഴച്ച രണ്ട് രോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് പിഴച്ചവാദങ്ങൾ, ഒന്ന് തഅ്തീൽ, മറ്റൊന്ന് തംസീൽ. ഒന്ന് തഅ്തീൽ. തഅ്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇല്ലാതാക്കുക, തഅത്തലത്ത് എന്നൊക്കെ പറയും. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുക. മറ്റൊന്ന് തംസീൽ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുക. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവനൊക്കെ സാദൃശ്യപ്പെടുത്തുന്നവനാണ്. കാരണം അവൻ്റെ മനസ്സിൽ ആദ്യം അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുമ്പോൾ പടപ്പുകളുടെ കൈകൾ മനസ്സിൽ വന്നു. അതുപോലെ അവൻ ആദ്യം മനസ്സിൽ സാദൃശ്യപ്പെടുത്തി. അതുകൊണ്ടാണ് അവൻ നിഷേധിക്കുന്നത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതുപോലുള്ള പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർ ചോദിക്കുന്ന വളരെ മോശമായൊരു ചോദ്യമുണ്ട്. വളരെ മോശമായ ചോദ്യം, വളരെ മോശമായ ഒരു ആരോപണമുണ്ട്. അഹ്ലുസുന്നത്തിന് ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ അള്ളാഹുവിന് ജിസ്മുണ്ട്, ശരീരമുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. അങ്ങേയറ്റം മോശമായ ഒരു ആരോപണവും പിഴച്ച ചോദ്യവുമാണ്. എന്താണ് അഹ്ലുസുന്നത്ത് ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ചൂളിപ്പോകുമോ, പേടിച്ചു പോകുമോ? ഇല്ല. കാരണം നമ്മൾ അള്ളാഹുവും അവൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പറഞ്ഞതല്ലാതെ അതിനപ്പുറം പറയാൻ നമുക്ക് ബാധ്യതയില്ല. ഇങ്ങനെയുള്ള പിഴച്ചവാദങ്ങൾക്ക് അവർ പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും പറയാൻ നമുക്ക് അള്ളാഹുവും റസൂലും പറഞ്ഞതേ നമ്മൾ പറയുകയുള്ളൂ, അതിനപ്പുറം നമ്മൾ പറയുകയില്ല എന്ന് നമ്മൾ മറുപടി പറയും. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിന് അവനുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ട് എന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയും. ചില കാര്യങ്ങളുണ്ടാവും, അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുകയില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ മിണ്ടാതിരിക്കും, ഒന്നും പറയുകയില്ല. ഇനി അതല്ല, ഒരുവൻ തർക്കിക്കാൻ, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളോട് തർക്കിക്കാനും വാദപ്രതിവാദം നടത്താനൊക്കെ വന്നിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ അഹ്ലുസുന്നത്ത് അവനോട് മറുപടി പറയും, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരം എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? പടപ്പുകളെ പോലെ മാംസവും രക്തവും ഞരമ്പുകളും ഒക്കെയുള്ള ശരീരമാണ് ഉദ്ദേശിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരിക്കലും റബ്ബിനെ കുറിച്ച് നമ്മളത് പറയുകയില്ല. അതല്ല, നീ ഉദ്ദേശിക്കുന്നത് ശരീരമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ മുഖം, ഇതിനൊക്കെയാണോ നീ ചോദിക്കുന്നത്? അതുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നീ അതിനെന്ത് പേര് വിളിച്ചാലും നമ്മൾ ഖുർആനിലും സുന്നത്തിലും വരാത്ത പേര് റബ്ബിനെ കുറിച്ച് പറയുകയില്ല. അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് അഹ്ലുസുന്നത്ത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് പറയുക, അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് പറയുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അഥവാ റബ്ബിൻ്റെ സിഫത്തുകളെക്കുറിച്ച് നിഷേധിക്കാൻ ഇവർ രണ്ട് വഴികളാണ് ഉപയോഗിക്കുക. അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ സിഫത്തുകൾ നിഷേധിക്കാൻ രണ്ട് വഴികളാണ് പിഴച്ച കക്ഷികൾ ഉപയോഗിക്കുക. ഒന്ന് തഅ്വീൽ, രണ്ടാമത്തേത് തഫ്വീദ്. ഒന്നാമത്തേത് തഅ്വീൽ, രണ്ടാമത്തേത് തഫ്വീദ്. തഅ്വീൽ എന്നാൽ എന്താണ്? തഫ്വീദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് പറയും? അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്ന് പറയും. അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അവർ പറയും അതെ യദ്, അള്ളാഹുവിന് യദുണ്ട്, പക്ഷെ എന്താ അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. അതല്ല, അത് തെറ്റാണ്. മറിച്ച് എന്താണ് നമുക്കറിയാം, അർത്ഥം നമുക്കറിയാം, പക്ഷേ അതിൻ്റെ രൂപം എങ്ങനെയെന്നാണ് നമുക്ക് അറിയാത്തത്. ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് ഇവർ നിഷേധിക്കാൻ ഉപയോഗിക്കുന്നത് തഅ്വീൽ. തഅ്വീൽ എന്താണ്? വ്യാഖ്യാനിക്കുക, വ്യാഖ്യാനങ്ങൾ പറയുക, തെറ്റായ വ്യാഖ്യാനങ്ങൾ പറയുക. അതിൽപ്പെട്ടതാണ് കൈ എന്ന് പറയുമ്പോൾ ഇവർ പറയും ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞിടത്തൊക്കെ അർത്ഥം എന്താണ്? നിഅമ, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുവ, റബ്ബിൻ്റെ ശക്തി എന്നാണ് അർത്ഥം എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇവർ ഈ പറഞ്ഞ വാദപ്രകാരം ഇങ്ങനെ പറഞ്ഞാലും പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിക്കൂടെ? കാരണം പടപ്പുകൾക്ക് ശക്തിയില്ലേ? പടപ്പുകൾക്ക് ശക്തിയില്ലേ? പടപ്പുകൾ ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യാറില്ലേ? എന്തുകൊണ്ട് അതും പടപ്പുകളുടെ ഇതുപോലെ ആയിക്കൂടാ? യഥാർത്ഥത്തിൽ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നേർക്ക് നേരെ വന്ന അർത്ഥത്തിൽ നിന്ന് അതല്ലാത്ത ഒരർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. അതല്ല എങ്കിൽ ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ദാഹിറായ, അതിൻ്റെ പുറമേക്ക് മനസ്സിലാകുന്ന അർത്ഥത്തിനാണ്.
കാരണം അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ദുനിയാവും ആഖിറത്തും, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെയും കാര്യം അങ്ങനെ ശരിയാവുകയുള്ളൂ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ, വേറെ അർത്ഥം അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു കാര്യവും ദീനിൽ നിലനിൽക്കുകയില്ല. ഇപ്പം നോക്കൂ, എന്ത് കുഫറും വിളിച്ചു പറയുക, എന്നിട്ട് അതിന് പറയാം അത് ആ അർത്ഥമല്ല, മഹാനവർകൾ ഉദ്ദേശിച്ചത് മറ്റൊരർത്ഥമാണ് എന്ന് പറയാം. പച്ച കുഫർ പറയും, എന്നിട്ടോ പറയാം അതിന് വേറെ അർത്ഥമാണ് ഉദ്ദേശിച്ചത്. ഒരാൾ പറയുകയാണ് അള്ളാഹു എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും റബ്ബ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പച്ചക്ക് മലയാളത്തിൽ വേറെ പ്രസംഗിച്ചു. ശരിയായ കുഫറിൻ്റെ വാക്കാണ്, ശരിയായ കുഫറിൻ്റെ വാക്ക്. പറഞ്ഞ ഒരാളുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ എന്ത് തരിയാണ് പിന്നെ ബാക്കിയുള്ളത്? എന്നിട്ട് പിന്നെയോ പ്രശ്നമായാൽ പറയും പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല എന്ന് പറയും. അത് വേറെ അർത്ഥത്തിലെടുക്കണം. എല്ലാ കുഫറിൻ്റെ വാക്കിനും ഇങ്ങനെ വേറെ അർത്ഥം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നോക്കൂ, ദുനിയാവും ആഖിറവും, ദുനിയാവിൻ്റെയും ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കുകയില്ല. ദുനിയാവിൻ്റെ ദീനിൻ്റെ ഒരു കാര്യവും നിലനിൽക്കില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ വന്നാൽ ആർക്കും എന്തും പറയാം എന്ന് പറയേണ്ടി വരും. ശ്രദ്ധിക്കുക സഹോദരൻ, വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ വന്നത് നമ്മുടെ വിശ്വാസം നന്നാക്കാനാണ്, പ്രവർത്തികൾ നന്നാക്കാനാണ്, അതുപോലെ വാക്കുകൾ നന്നാക്കാനുമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയം നേരെയാക്കാൻ, പ്രവർത്തനങ്ങൾ നേരെയാക്കാൻ, വാക്കുകൾ നേരെയാക്കാൻ. എൻ്റെ മനസ്സ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നാവുകൊണ്ട് എന്തും പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇതാരെങ്കിലും ഈ ഒരു നിലപാട് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ മക്കളോട് പറയാണ് ഇങ്ങോട്ട് വാ, അപ്പോൾ മോൻ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഞാൻ പറയും അങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊണ്ടുവന്നാൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുപോവാ, ചുട്ടുപൊള്ളുന്ന വെള്ളം കൊണ്ടുവരുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കാം. ഒരാൾ മറ്റൊരാളുമായി കച്ചവടത്തിൽ കൂടി, എന്നിട്ട് പറയുന്നു നീ ഇത്ര പൈസ തന്നാൽ ഇത്ര ശതമാനം ലാഭം നിനക്ക് ഞാൻ ഓരോ മാസവും തരാം. പൈസ കൊടുത്തു, ലാഭം കിട്ടുന്നത് കാണുന്നില്ല. ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ലാഭമെന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശിച്ചത് നഷ്ടമാണ്. ദുനിയാവിൽ ലാഭമൊക്കെ എന്ത് ലാഭം എന്നൊരാൾ പറഞ്ഞാലോ? നോക്കൂ, ദീനോ ദുനിയാവോ ഇങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കുകയില്ല. മറിച്ച് വാക്കുകൾ അത് നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മാഷ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്നൊരാൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നീ എന്താ അതിലൂടെ ഉദ്ദേശിച്ചത്? ഉദ്ദേശം നല്ലതായിരുന്നോ മോശമായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജഅൽതനി വല്ലാഹ അദ്ല, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യപ്പെടുത്തുകയാണോ? ഖുൽ മാഷ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയൂ നീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. നബി അവർക്ക് തൂക്കിയിടാൻ വാൾ തൂക്കിയിടാൻ മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഏർപ്പെടുത്തി തന്നാലും. മുസ്ലിമീങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരാണ് ചോദിക്കുന്നത്. യുദ്ധത്തിന് പോകുമ്പോഴാണ്. അപ്പോൾ ഇവരൊന്നും ഇപ്പം തെറ്റിക്കണ്ട, യുദ്ധമൊക്കെ കഴിഞ്ഞ് മെല്ലെ സമാധാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം എന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖുൽതും വല്ലദി നഫ്സി ബിയദിഹി കമാ ഖാലത് ബനു ഇസ്രായീല ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ സുബ്ഹാനല്ലാഹ് ഇന്നഹ സുനൻ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും. സുബ്ഹാനല്ലാഹ്, ഇത് ബനു ഇസ്രായീൽ മൂസാ നബിയോട് പറഞ്ഞതുപോലെയുള്ള വാക്കാണ്. അവർക്ക് കണ്ടാരാധിക്കാനുള്ള ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഏർപ്പെടുത്തി തരൂ, ഒരു ബിംബത്തെ ഏർപ്പെടുത്തി തരൂ എന്ന് ഇസ്രായേൽ മക്കൾ മൂസാ നബിയോട് പറഞ്ഞതുപോലത്തെ വാക്കാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചുകയാണ്. നിങ്ങളെന്താ പറഞ്ഞതിൽ ഉദ്ദേശം അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നല്ല, കാരണം വാക്കുകൾ ശരിയായിരിക്കണം. ഇങ്ങനെ ദീനും ദുനിയാവും നിലനിൽക്കുള്ളൂ. നോക്കൂ, ഈ സൂഫികളുടെ കുഫറും ശിർക്കും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട തരികിടയാണിത്. എന്ത് കുഫറും വിളിച്ചു പറഞ്ഞിട്ട് പറയും അത് അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തൊക്കെ സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളെ ഇമാമാക്കി കൊണ്ടുനടക്കുന്ന ആളുകളാണ്. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ജുബ്ബ ഇട്ടിട്ട് ഒരുത്തൻ പറഞ്ഞു ജുബ്ബക്ക് എത്ര റബ്ബ് മാത്രമാണ്, കാരണം എല്ലാത്തിനും റബ്ബ് അവതരിച്ചിരിക്കുന്നു എന്നിങ്ങനെ വൃത്തികേടുകൾ വിളിച്ചു പറയുക. എന്നിട്ട് അതിനൊക്കെ വ്യാഖ്യാനം, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പഴുതുകൾ സങ്കല്പിച്ചു കൊടുക്കുക. ഇത് ദീനല്ല. അപ്പം നോക്കൂ, യദ് കൈ എന്ന് പറഞ്ഞത് കൈയല്ല, അനുഗ്രഹം ഖുവ എന്നർത്ഥം വെച്ചാലോ? അള്ളാഹു ഖുർആനിൽ പറയാം വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ചാണിൻ്റെയും പെണ്ണിൻ്റെയും കൈ നിങ്ങൾ മുറിക്കുക. നിഅമത്ത് അർത്ഥം വെച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും? ഖുവത്ത് അർത്ഥം വെച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും?
അവരുടെ ശക്തി നിങ്ങൾ മുറിക്കുക, അനുഗ്രഹം മുറിക്കുക. എന്താണ് ഖുർആൻ? എന്താകും? ശരി, ഇവിടെ ഒരർത്ഥം അവിടെ ഒരർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ ഓരോരുത്തരും തോന്നിയത് പറയാൻ നിന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കൂ, വളരെ ശ്രദ്ധിക്കുക. ബാത്തനിയ കക്ഷികൾ എന്നു പേരുള്ള ഇസ്ലാമിന് പുറത്താണെന്ന് അഹ്ലുസുന്നത്ത് പറഞ്ഞൊരു കക്ഷി പണ്ട് വന്നിരുന്നു. ബാത്തനിയകൾ നബിദിനൊക്കെ ആദ്യം കൊണ്ടാടിയ ആളുകൾ അവരാണ്. ബാത്തനിയ അവരുടെ പുറത്ത് മാത്രമാണ് ഇസ്ലാം, ബാത്തിനിൽ ശരിയായ കുഫറാണ്. എന്തായിരുന്നു അവരുടെ സാമ്രാജ്യത്തിൽ എന്നറിയുമ്പോൾ നിങ്ങൾക്ക്? ഇസ്ലാമിൻ്റെ പേരാണ്, പക്ഷെ മദ്യപാനം ഹലാൽ, വ്യഭിചാരം ഹലാൽ. മനസ്സിലായി? അതിന് വഴി തുറന്നു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതൊക്കെ ഹലാലാണ് എന്ന് വാദിച്ചു. നിസ്കാരം വേണ്ട, സക്കാത്ത് ഒന്നും വേണ്ട. എന്താ അവർ ചെയ്തത്? ഈ പറഞ്ഞ ഖുർആനിലെ ആയത്തിനൊക്കെ വേറെ അർത്ഥം കൊടുത്തു. അതിനൊക്കെ വേറെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവർ ചെയ്തത് അഹ്കാമുകളുടെ കാര്യത്തിനാണ്, വിധിവിലക്കുകളുടെ കാര്യത്തിനാണ്. ഇവർ ചെയ്യുന്നതോ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ച് വന്ന ആയത്തുകളെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇതാണ് കൂടുതൽ ഗൗരവം എന്നാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ സിഫത്തുകളും രണ്ടും കൂട്ടിവെച്ചാൽ ഏതാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്? അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് എന്ന് മാത്രം. ഈ ആളുകൾക്ക് ഏണി വെച്ച് കൊടുക്കുന്ന പ്രവർത്തനമാണിത്. ഇങ്ങനെ ദീനിൻ്റെ പേരിൽ എന്തും വ്യാഖ്യാനിക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഖുർആൻ ഓതിയിട്ട് ഒരുത്തൻ പ്രസംഗിക്കുകയാണ്. ഖുർആൻ അയാൾ തഫ്സീറൊക്കെ എഴുതിയിട്ടുണ്ട്, അത്രേ, സർവമത സത്യവാദം. ഖുർആൻ അവൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് വാദിക്കുന്നത്? എല്ലാ ദീനും സത്യമാണ്. എല്ലാ കൂട്ടരും എന്തിനാണ് പിന്നെ അള്ളാഹു അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ച് അവൻ്റെ റസൂലുകളെ നിയോഗിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് മക്കയിൽ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത്? അബൂജഹലിനോട് നീ നിൻ്റെ ദീനിൽ നിന്നോളൂ, നിനക്കുമാണെങ്കിൽ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അവർ പറയും അഹ്ലൻ വസഹ്ലൻ, ഞങ്ങൾ തമ്മിൽ എന്തിനാണ് പ്രശ്നം? എന്തിന് ഇത്രയും സ്നേഹം? 40 വയസ്സ് വരെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മക്കയിൽ നിന്ന് പുറത്താക്കണം, നബിയോട് യുദ്ധം ചെയ്യണം. ഇങ്ങനെയായിരുന്നു നബി പഠിപ്പിച്ച ദീനെങ്കിൽ നിങ്ങളും ചിലപ്പോൾ രക്ഷപ്പെടും, ഞങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായാൽ മതി. അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ലേ? അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒക്കെ ചെയ്തവരാണ് മക്കയിൽ മുശ്രിക്കുകൾ. അല്ല, അള്ളാഹു പഠിപ്പിച്ചത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ദീനായി തേടിയാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ നോക്കൂ, ദീനിനെ അട്ടിമറിക്കാനുള്ള വഴി തുറന്നു കൊടുക്കലാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് വേറെ അർത്ഥങ്ങൾ ചമക്കുക എന്ന വാദം. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ആളുകൾ അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലായി എന്ന് പറയുന്നു. ശരി, കൈകളില്ല എന്ന് പറഞ്ഞാലോ? കൈകളില്ലാത്ത പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലായില്ലേ? ഏതാ കൂടുതൽ മോശം? നിങ്ങളുടെ വാദം, ഈ ആളുകളുടെ വാദപ്രകാരം കൈകളില്ലാത്ത വികലാംഗരായ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലായില്ലേ? ഏതാണ് കൂടുതൽ മോശം? നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. അപ്പോൾ നോക്കൂ, ഇതാണ് അള്ളാഹു പറഞ്ഞതിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ പിന്നെ ഏത് വഴികേടിലേക്കും പോകും എന്ന് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറയാൻ, ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, ബൽ യദാഹു മബ്സൂത്തതാൻ, അള്ളാഹുവിൻ്റെ ഇരു കൈകളും അവൻ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. നിഅമത്ത് എന്നാണ് അർത്ഥമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിൻ്റെ 2 നിഅമത്തുകൾ അവൻ നീട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നർത്ഥം വരും. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ 2 എണ്ണമാണോ? അല്ല. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. ഖുവത്ത് എന്ന അർത്ഥം വെച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ 2 ശക്തി അവൻ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, മുഴുവൻ ശക്തിയും അള്ളാഹുവിൻ്റെതാണ് എന്നാണ്. അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ്. അതുപോലെ നോക്കൂ, ആദം അലൈഹിസ്സലാമിനെ പടച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഖലഖ്തു ബിയദയ്യ, എൻ്റെ 2 കൈകൾ കൊണ്ട് പടച്ചു. നിഅമത്ത് അനുഗ്രഹം എന്നർത്ഥം വെച്ച് നോക്കി, 2 അനുഗ്രഹം കൊണ്ട് ആദം നബിയെ പടച്ചു, 2 ശക്തി കൊണ്ട് ആദം നബിയെ പടച്ചു. എന്തായി തീരും അള്ളാഹുവിൻ്റെ വാക്കുകൾ? ഇതെന്തിനെ കൊണ്ടാണ് ഈ കളിക്കുന്നത്? അള്ളാഹുവിൻ്റെ വാക്കുകൾ അത് പരിഹാസ്യമായി തീരും ഈ രൂപത്തിൽ അർത്ഥം വച്ചാൽ. ഇനി മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈകളെ നിഷേധിച്ചവൻ സ്വന്തം ഉപ്പാനോട് മര്യാദകൾ കാണിച്ചവനാണ്. കാരണം മനുഷ്യരുടെ മുഴുവൻ പിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയാണ് ആദം നബി അള്ളാഹു അവൻ്റെ കൈകൾ കൊണ്ട് പടച്ചു എന്നത്. അത് ആദം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയാണ്. നോക്കൂ നിങ്ങൾ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഖലഖല്ലാഹു അർബഅത അശ്യാഅ ബിയദിഹി, അല്ലാഹു 4 കാര്യങ്ങളെ അവൻ്റെ കൈ കൊണ്ട് പടച്ചു. അൽ അർഷ് വൽ ഖലം വ ആദം വ ജന്നത്തു അദ്ൻ. ഒന്ന് അർഷ്, അള്ളാഹുവിൻ്റെ സിംഹാസനം. 2 അള്ളാഹുവിൻ്റെ ഖലം, അവൻ സകലതും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി അവൻ്റെ ഖലം, അവൻ്റെ പേന. വ ആദം, മൂന്നാമത്തെ ആരാണ്? ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ്. 4 ജന്നത്തു അദ്ൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ടാണ് അവിടെയുള്ള കറാമത്തുകൾ നട്ടുപിടിപ്പിച്ചത്. എന്നിട്ട് ഇബ്നു ഉമർ പറയുകയാണ്, സുമ്മ ഖാല ലിസാഇരിൽ ഖൽഖി കുൻ ഫകാൻ. എന്നിട്ട് അള്ളാഹു ബാക്കി മുഴുവൻ പടപ്പുകളോടും പറഞ്ഞു, ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഉണ്ടായി. നോക്കൂ നിങ്ങൾ, 4 കാര്യങ്ങൾ അള്ളാഹു അവൻ്റെ കൈകൾ കൊണ്ട് പടച്ചു എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇബ്ലീസിനോട് അള്ളാഹു എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ 2 കൈകൾ കൊണ്ട് പടച്ച എൻ്റെ പടപ്പിന് ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്ക് എന്തേ തടസ്സം? ഇബ്ലീസ് റബ്ബിനോട്, നീ മണ്ണുകൊണ്ട് പടച്ചവന് തീ കൊണ്ട് പടച്ച ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും എന്ന് ന്യായം പറഞ്ഞവനാണ്. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ ആളുകളുടെ വ്യാഖ്യാനമായിരുന്നെങ്കിൽ ശക്തി എന്നാണല്ലോ ഇവർ പറയുന്ന അർത്ഥം. ഇബ്ലീസ് ചോദിക്കൂല, റബ്ബേ അങ്ങനെ ശക്തി കൊണ്ട് എന്നെ നീ പഠിച്ചതിൻ്റെ കൂവത്തുകൊണ്ട് തന്നെയാണല്ലോ, ആദമിന് മാത്രമല്ലല്ലോ, എന്നെ നീ അങ്ങനെ തന്നെയല്ലേ പഠിച്ചത് എന്ന് ഇബ്ലീസ് ന്യായം പറയും തീർച്ചയായും. പക്ഷെ അവൻ ആ ന്യായം പറഞ്ഞിട്ടില്ല. ആ ന്യായം അവൻ പറയും ഉണ്ടായിരുന്നെങ്കിൽ യാതൊരു സംശയമില്ല. കാരണം അതിനേക്കാൾ ബാത്തിലായ ന്യായം പറഞ്ഞവനാണവൻ. എന്ത്? എന്നെ തീ കൊണ്ടാണ് പഠിച്ചത്, ആദ്യമേ മണ്ണുകൊണ്ടാണ് പഠിച്ചത് എന്ന് ന്യായം പറഞ്ഞവനാണവൻ. പക്ഷെ അവൻ ആ ന്യായം, ഈ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു ന്യായമില്ല. ആദം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ പ്രത്യേകതയാണെന്ത്? 2 കരങ്ങൾ കൊണ്ട് അവൻ പഠിച്ചത്. മുൻഗാമികൾ റഹിമഹുമുല്ലാ, ഇമാം അദ്ദാരിമി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കൈകൾ നിഷേധിച്ചവൻ സ്വന്തം ഉപ്പാനോടാണ് മര്യാദകൾ കാണിച്ചത്. ആദം അലൈഹിസ്സലാമിനോട് ഉള്ള മര്യാദകളാണത്. അത് നബി അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതയാണെന്ത്? അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ടാണ് ആദം അലൈഹിസ്സലാമിനെ പടച്ചത് എന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ, ഖുവ്വത്ത്, നിഅമത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അത് പറഞ്ഞില്ല? സഹാബത്ത് എന്തേ അത് പറഞ്ഞില്ല? ഈ കണ്ട ആയത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോൾ, ഈ കണ്ട ഹദീസുകളൊക്കെ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പറഞ്ഞു, ഇതാ കൈ എന്ന് വിശ്വസിച്ചാൽ കാഫിറായി പോവും, ഞാൻ എതെന്ന് പറയും, പക്ഷെ നിങ്ങൾ എതെന്ന് മനസ്സിലാക്കരുത്, മറിച്ച് നിഅമത്തെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഖുവ്വത്തെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തഅ്വീലിനെ കൂടാതെ തഫ്വീലാണ് ഇവരുടെ രണ്ടാമത്തെ ന്യായം. ഇതിനെ തള്ളിക്കളയാനുള്ള ന്യായം അതാണ്. എങ്ങനെയാണ് തള്ളുക? ഒരു പറയും തഫ്വീദ് എന്നാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ വിശേഷങ്ങളുടെ അർത്ഥം അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. പക്ഷേ ഈ തഅ്വീലുകാരും തഫ്വീദുകാരും ഒരു പോയിന്റിൽ യോജിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. വ്യാഖ്യാനം പറയുന്നവരും മറ്റൊരു കൂട്ടരുടെ ബിദ്അത്ത് എന്താണ്? വ്യാഖ്യാനമില്ല, മറിച്ച് അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കറിയാം. ഏതുണ്ടോ? അള്ളാഹ് ഏതുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കേ അറിയുള്ളൂ. അള്ളാഹു അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ടോ? ഇസ്തിവാ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയുള്ളൂ. കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും? വളരെ നിരുപദ്രവകരമായ നല്ല, കാരണം അള്ളാഹ്ക്ക് അറിയാമെന്നല്ലേ പറയുന്നത്, എന്ത് പോയി കുഴപ്പം അല്ല. അവരുടെ വാദത്തിൽ അപകടം എന്താണ്? അവരെ പറയുന്നത് ഇതിൻ്റെ ലാഹിറായ അർത്ഥം, ഇതിൽ നിന്ന് നേർക്കേറെ കിട്ടുന്ന അർത്ഥം ഉണ്ടല്ലോ, അത് വിശ്വസിച്ചാൽ കുഫറാണ്, അതിലവർക്ക് തർക്കമില്ല. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഈ തഫ്വീദ് പറയുന്നത്. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് അഹ്ലുസുന്നത്തിൻ്റെ വാദം തഫ്വീദാണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, തെറ്റാണത്. തഫ്വീദ് ഗുരുതരമായ അബദ്ധമാണ്. എന്താണ് തഫ്വീദ് എന്നാൽ? അവർ മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ, നമുക്കറിയില്ല, ഒരു പടപ്പിനും അറിയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഇതൊക്കെ പഠിപ്പിച്ചു. യദ്, ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ വജ്ഹ്, അവൻ ചിരിക്കും, അവൻ കോപിക്കും, അവൻ ഇറങ്ങി വരും, ഇതൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. ഒരർത്ഥം അറിയാതെ നബി ഇങ്ങനെ കേവല വാചകങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജഹൽ ആരോപിക്കലാണത്, വിവരക്കേട് ആരോപിക്കലാണ്. ഒരിക്കലും അത് ശരിയല്ല. സഹാബത്ത് ഇങ്ങനെയല്ല മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് പടപ്പുകളോട് ചിരിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുകയുണ്ടായി. പടപ്പുകൾ
മഴ കിട്ടാതെ അവരിങ്ങനെ നിരാശരായി കഴിയും. അള്ളാഹു അവരോട് ചിരിക്കും. കാരണം റബ്ബ് അറിഞ്ഞിട്ടുണ്ട് അവരുടെ മഴ അള്ളാഹുവിൻ്റെ സഹായം അടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂ റസീൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ചോദിച്ചു, അവയദ്ഹഖു റബ്ബ്, അവയദ്ഹഖു റബ്ബ്, നബിയെ അള്ളാഹു ചിരിക്കുമോ? നോക്കൂ നിങ്ങൾ, സഹാബത്തിൻ്റെ ചോദ്യം. ഇവർ ഈ പറയുന്ന ഏതെങ്കിലും പഴച്ച വിശ്വാസമായിരുന്നു സഹാബത്തിൻ്റെ വിശ്വാസമെങ്കിൽ ആ ചോദ്യം ചോദിക്കുമോ സഹാബി? അദ്ദേഹം ചോദിക്കും, അവയദ്ഹഖു റബ്ബ്, നബിയെ റബ്ബ് ചിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. അപ്പോൾ ഈ സഹാബി പറയുകയാണ്, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറൻ, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറൻ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അബൂ റസീൻ റളിയല്ലാഹു അൻഹു പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴെങ്കിലും പറയണ്ടേ, ഇതാ ചിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹ്ക്ക് അറിയും, എനിക്കറിയില്ല. അതല്ല എങ്കിൽ അതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം ചുമക്കണം. വ്യാഖ്യാനം ഇവർ പറയുന്നത് പോലെ എന്തെങ്കിലും അള്ളാഹു പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചു എന്നോ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുകയില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് സഹോദരങ്ങളെ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട 3 ചോദ്യങ്ങൾ. എല്ലാ ബിദ്അത്തിൻ്റെ കക്ഷികളുടെയും അവരുടെ നട്ടെല്ല് തകർക്കുന്ന, അവരുടെ അടിവേര് പിഴുതെടുക്കുന്ന 3 ചോദ്യങ്ങൾ. ഏത് ബിദ്അത്താരം ബിദ്അത്ത് ഉണ്ടെന്നാലും ഇത് ചോദിച്ചാൽ മതി. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരോട് ഈ 3 ചോദ്യം ചോദിച്ചാൽ മതി. ഉത്തരം പറയാൻ ഒരു ബിദ്അത്തിൻ്റെ കക്ഷിക്കും സാധ്യമല്ല. എന്താണ് ആ 3 ചോദ്യങ്ങൾ? ഇതാ, ഖുർആനിലും സുന്നത്തിലും ഇത്രയും ആയത്തുകൾ, ഇത്രയും ഹദീസുകൾ ഇക്കാര്യം വന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ കോപിക്കും, അവൻ തൃപ്തിപ്പെടും, അവൻ സ്നേഹിക്കും, ഇതൊക്കെ ഇവർ നിഷേധിക്കുന്ന സിഫത്തുകളാണ്. അവൻ്റെ മുഖം, അവൻ്റെ കൈ. ഇനി പോകട്ടെ, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ? ഖുർആനിലെ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും, മുസ്ലിം അല്ലാത്ത ഒരാൾ കേവലം ഖുർആൻ്റെ ഒരു പരിഭാഷ എടുത്ത് നോക്കിയാലും അയാൾക്ക് മനസ്സിലാവും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ആദ്യത്തെ പേജ് ഓർക്കുക കാണും, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇങ്ങനെ ഖുർആനിൽ നിറയെ. ഈ ആളുകൾ പറയുന്നത് എന്താ? അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ആ പറഞ്ഞതിൽ ഔലിയാക്കളില്ല, അവർ പെടൂല, അവരെ വിളിക്കാം. അമ്പിയാക്കൾ പെടൂല, അവരെ വിളിക്കാം. ഇതിൻ്റെ ഒക്കെ ലാഹിറായ പുറമേക്ക് കാണുന്ന അർത്ഥം അല്ല, മറിച്ച് അതിനൊക്കെ വേറെ അർത്ഥമുണ്ട് എന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ ചുരുക്കം അല്ലേ? നിങ്ങൾ പറയുന്നതിൻ്റെ ചുരുക്കം അതല്ല ആണ്. 3 ചോദ്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. നമ്മുടെ ചോദ്യം അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞ ചോദ്യമാണ്. ഇമാം ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ മനോഹരമായ വരികളിലൂടെ ആ 3 ചോദ്യങ്ങൾ ഉദ്ധരിച്ചത് കാണാം. ഫസലിൽ മുഅത്തില അൻ 3 മസായിലിൻ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കൂ. തഖ്ദീ അല തഅതീൽ ബിൽ ബുത്ലാനി, അവരുടെ നിഷേധം ഒന്നാകെ പൊളിഞ്ഞ് തകരുന്നത് നിനക്ക് കാണാം. മാദാ തഖൂലു അകാന യഅരിഫു റബ്ബഹു ഹാദാ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തൽ ഇർഫാനി അം ലാ, നീ പറയൂ, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞു തന്ന റസൂലിന് റബ്ബിനെ അറിയാമായിരുന്നോ? യഥാർത്ഥ അറിവ് അംല, അതല്ല, ഇല്ലേ? അതാ ഈ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുമായിരുന്നു, അതല്ല നിങ്ങൾക്കാണോ കൂടുതൽ അറിയുക? ആണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വഹൽ കാനത് നസീഹത്തുഹു ലനാ കുല്ല നസീഹത്തി ലൈസ ബിൽ ഖവാനി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോട് പരിപൂർണമായ ഗുണകാംക്ഷ, നമുക്ക് നല്ലത് വരണം, നമ്മൾ ശരിയായ വിശ്വാസത്തിലെത്തണം എന്ന നസീഹത്ത് നമ്മോടുണ്ടായിരുന്നോ? ലൈസ ബിൽ ഖവാനി, അവിടുന്ന് ഒരിക്കലും നമ്മോട് വഞ്ചന കാണിക്കാത്ത നബിയായിരുന്നു. അംല, അല്ല അങ്ങനെയല്ലേ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നസീഹത്തുണ്ടോ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്കാണോ അറിവ് ഇതൊക്കെ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? പിന്നെയോ നമ്മൾ നന്നാകണം, വഴികെട്ടു പോകരുത് എന്ന് ആഗ്രഹം, നമ്മോട് ഗുണകാംക്ഷ നിങ്ങൾക്കാണോ കൂടുതൽ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ? മൂന്നാമത്തെ ചോദ്യം, വഹൽ ഹാസൽ ബലാഗത കുല്ലഹ ഫല്ലഫ്ദു വൽ മഅനാ ലഹു തവആനി, നന്നായി, നല്ല സ്ഫുടമായി, വ്യക്തമായി, ഫസാഹത്തോടെ, ഭംഗിയായി കാര്യം വിവരിക്കാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നോ? അർത്ഥവും പദപ്രയോഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്ദരമായി തൻ്റെ നാവിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നോ? ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കാണോ നന്നായി പറയാൻ?
വിശദീകരിച്ചു തരാൻ കഴിവുള്ളൂ, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. അറിവ്, നസീഹത്ത്, ബലാഗത്ത്, അറിവ്, അതുപോലെ ഗുണകാംക്ഷ പറഞ്ഞു തരാനുള്ള കഴിവ് നിങ്ങൾക്കാണോ അതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണോ? فإذا انتهت هذه الثلاثة فيه كاملة مبرأة من النقصان. ഈ പറഞ്ഞ മൂന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പൂർണ്ണമായും ഒരു ന്യൂനതയുമില്ലാതെ ഒത്തുചേർന്നത് എങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ പറയുന്ന കാര്യം മൂടി വെച്ച് ഇക്കാലം അത്രയും മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിച്ചത്? ലിന്നഫി വത്തഅതീൽ ഫിൽ അസ്മാനി, ഇതിനൊന്നർത്ഥം ഇങ്ങനെ മനസ്സിലാക്കി ഇതൊക്കെ നിഷേധിക്കണം എന്നൊന്നും പറഞ്ഞു തരാതെ മൂടി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു കഴിഞ്ഞു? വലി അയ്യി ഷൈഇൻ ലം യുസർരിഹ് ബില്ലദി സറഹ്തുമു ഫി റബ്ബിന അർറഹ്മാനി, നമ്മുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല? അലി അജ്സിഹി അൻ ദാക്, നബിക്ക് അത് പറയാൻ കഴിവില്ലായിരുന്നോ? അം തഖ്സീരിഹി ഫി നുസ്ഹി, അതല്ല നമ്മോട് ഗുണകാംക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറഞ്ഞത് കൊണ്ടാണോ? അം ലി ഖഫാഇ ഹാദ അശ്ശാനി, അതല്ല ഈ പറയുന്ന കാര്യം നബിക്ക് അറിയാത്തത് കൊണ്ടാണോ? ഹശാഹു, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അത്. ബൽ ദാ വസ്ഫുകും യാ ഉമ്മത തഅതീലി ലൽ മബ്ഊസ് ബിൽ ഖുർആനി, അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ നിഷേധിക്കുന്ന നിങ്ങൾക്കാണ് ഈ പറഞ്ഞൊക്കെ യോജിക്കുക, അതല്ലാതെ ഖുർആനുമായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് വിഷയത്തിൽ ആലോചിച്ച് നോക്ക്, ഈ പറയുന്നതൊക്കെയാണ് അർത്ഥമെങ്കിൽ എത്രയോ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്തുകൾ ഓതുന്നു, ഹദീസുകൾ പറയുന്നു. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതാ ഈ പറഞ്ഞ അർത്ഥമല്ല കേട്ടോ, ഇതിങ്ങനെയാണ് അർത്ഥം. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയാതിരിക്കണം, നബിക്ക് അറിയില്ല ഞങ്ങൾക്കാണെന്ന് അറിയാം, ഞങ്ങൾക്കാണ് അറിയുക എന്നൊരുത്തം പറഞ്ഞാൽ അതോടെ അവൻ കാഫിറായി. അതല്ല നബിക്ക് അറിയുമോ എന്ന് സമ്മതിച്ചാൽ പിന്നെ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല? പറയാൻ അറിയാനിട്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉതീതു ജവാമി അൽ കലിം, എനിക്ക് ഭംഗിയായി ആശയങ്ങൾ ഒരുമിപ്പിച്ചു, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വാക്കുകൾ, ചുരുങ്ങിയ പദപ്രയോഗങ്ങളിൽ പറയാൻ അള്ളാഹു തൗഫീഖ് തന്നിരിക്കുന്നു. നമ്മുടെ നബിയുടെ പ്രത്യേകതയാണ്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, അങ്ങനെ വഴിപിഴച്ചു പോട്ടെ എന്ന ചിന്തയാണോ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഈ ഉമ്മത്തിനോട് നസീഹത്ത്, ഗുണകാംക്ഷ മറ്റാർക്കുണ്ട്? ഈ മൂന്ന് ചോദ്യങ്ങൾ ഏത് ബിദ്അത്തുകാരൻ്റെയും നട്ടല്ലൊടിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവർ പറയും അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെ. ശരി, എവിടെ നിങ്ങൾ ഈ പറയുന്ന അർത്ഥം എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പറഞ്ഞു? ഇതിനേക്കാൾ ചുരുങ്ങിയ കാര്യം ഖുർആനിൽ നിന്ന്, ഇതിനേക്കാളും നിസാരമായൊരു കാര്യം ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും എന്ന് കണ്ടപ്പോൾ സഹാബത്ത് എണീറ്റ് നിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ കാലത്ത് മിമ്പറിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇതാ ഖുർആനിൽ ഒരായത്ത് നിങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്നു. ഖുർആനിൽ ഒരായത്തുണ്ട്, എന്ത്? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ ഹിദായത്തിലാണ് എങ്കിൽ വഴികേടിലായവർ നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്ന ഖുർആനിൽ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാൻ. ഈ ആയത്ത് ചിലർ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആയത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിപ്പോകുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതി, ആളുകളെ ഉപദേശിക്കാൻ അവരെ നന്നാക്കാനൊന്നും പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ധാരണ തിരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ ഔ ലയൂശികന്ന അല്ലാഹു അൻ യബഅത അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളാകെ ബാധിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് നേരെ അയച്ചേക്കും. അങ്ങനെ ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുകയില്ല. ഒരായത്ത് ഒരു തെറ്റായ മനസ്സിലാക്കൽ ആരെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറയുകയാണ്, ഇതാണ് സഹാബത്ത്. എന്നിട്ട് ഇത്രയും ആയത്തുകൾ റബ്ബിനെ കുറിച്ച്, റബ്ബിൻ്റെ സിഫത്തുകളെ കുറിച്ച്, അവൻ്റെ കൈകളെക്കുറിച്ച്, അവൻ്റെ മുഖത്തെക്കുറിച്ച്, ഇനി പോട്ടെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ പാടുള്ളൂ എന്നതിനെ കുറിച്ചൊക്കെ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പറഞ്ഞില്ല ദാ ഇതിങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ എന്ന്. മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കി കുഫറാണെന്നാണ് ഇവരുടെ വാദം. സഹാബത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അറിവില്ലാഞ്ഞിട്ടാണോ? ഗുണകാംക്ഷ ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല, പറയാനറിയാഞ്ഞിട്ടാണോ? ചോദ്യങ്ങൾ ഏത് ബിദ്അത്തുകാരുടെയും നടുകുടിക്കുന്ന ചോദ്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ കരം, അവൻ്റെ കൈകൾ എന്ന സിഫത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന സിഫത്ത് കൂടി ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് ഈ വരികളിലൂടെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അതിൽ മനസ്സിലാക്കുക. അഥവാ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നുസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉദ്ദേശിച്ചതുപോലെ.
ഒരുപാട് 28ഓളം സഹാബിമാർ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. ഏത് ഹദീസ്? ينزل ربنا تبارك وتعالى حين يبقى ثلث الليل الآخر فيقول من يدعوني فأستجيب له ومن يسألني فأعطيه ومن يستغفرني فأغفر له. ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ 1/3 ബാക്കിയുള്ളപ്പോൾ റബ്ബ് ഇറങ്ങി വരും. അവൻ ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. ഭൂമിയോട് അടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാന യാമങ്ങളിൽ റബ്ബ് ഇറങ്ങി വരും. നമ്മൾ വിശ്വസിക്കുക ഒരു പടപ്പിൻ്റെയും ഇറക്കം പോലെയല്ല. ഈ റബ്ബിൻ്റെ നുസൂലിനെ കുറിച്ച് ഹദീസ് ബിദഅത്തുകാർക്ക് ഏറ്റവും പ്രയാസമുള്ള ഹദീസാണ്. കാരണം അതിലെന്തൊക്കെയുണ്ട്? നുസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുകളിലുള്ളവനാണ് എന്നതിലുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ സംസാരം അതിലുണ്ട്. അള്ളാഹു ഇറങ്ങും. പക്ഷേ മനസ്സിലാക്കുക, അള്ളാഹു ഇറങ്ങിയാൽ അത് പടപ്പുകൾ ഇറങ്ങുന്നത് പോലെയല്ല. അള്ളാഹു ഇറങ്ങിയാലും അവൻ സൃഷ്ടികൾക്കെല്ലാം മുകളിൽ തന്നെയാണ്. ഒരിക്കലും അവൻ എന്താവുകയില്ല, സൃഷ്ടികൾക്കിടയിൽ അവതരിക്കുകയോ എന്തെങ്കിലും കാര്യം അവൻ്റെ മുകളിലാവുകയോ ഇല്ല. കാരണം അതൊക്കെ പടപ്പുകൾക്കുള്ളതാണ്. പടപ്പുകളുടെ നുസൂലിലാണ് അതൊക്കെ ഉള്ളത്. അള്ളാഹുവിൻ്റെ നുസൂൽ, അവൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അവന് യോജിച്ച അവൻ്റെ സിഫത്താണ്. അതുകൊണ്ട് നോക്കൂ, ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഫജറിൻ്റെ ഒരല്പം മുമ്പ് ഉണർന്നാൽ കുറച്ച് നിനക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദുആയെങ്കിലും ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. വളരെ എളുപ്പത്തിൽ അമലാക്കാവുന്ന ഒരു ഹദീസാണ്. ആരെങ്കിലും രാത്രി എഴുന്നേറ്റിട്ട് അവൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആർക്കാണ് ദിക്ർ അറിയാത്തത്? എല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൻ്റെ കൂടെ പറയുക സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 5 ദിക്റുകൾ, വളരെ ശ്രേഷ്ഠമായ എല്ലാവർക്കും അറിയുന്ന 5 ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹു ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ടൊരാൾ ഒതുവെടുത്തു നിസ്കരിച്ചു, അള്ളാഹുവിൻ്റെ നിസ്കാരം സ്വീകരിക്കും. 3 സാധിച്ചില്ലേ, ഒന്നെങ്കിലും എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. എഴുന്നേറ്റ് എന്ത് പറയാ? രാത്രി എഴുന്നേറ്റോ, രാത്രി ഉറക്കത്തിന് എഴുന്നേറ്റോ, ഉടനെ പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലി, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹു പുറത്തു വരുമെന്ന്. ഒതു എടുത്ത് നിസ്കരിക്കാൻ സാധിച്ചാൽ ഖൈറിന് മുകളിൽ ഖൈറാണ്. പക്ഷേ ഈ ഖൈർ എങ്കിലും നീ എന്ത് വിടാതെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയോട് പൊരുതി രാത്രി എഴുന്നേൽക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലേ? പകലിൽ നോമ്പെടുത്ത്, നോമ്പ് അതിലൊരു മശക്കത്ത്, ഒരു നൗഅ മശക്കത്ത് ആളുകൾക്കുണ്ടായേക്കാം, ഒരു പ്രയാസം. അതിന് സാധിക്കുന്നില്ലേ? അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ശരിയല്ലേ? രാത്രി നിനക്ക് രാത്രിയുടെ ആ ഉറക്കത്തോട് പൊരുതി എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലേ? പകൽ നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനെയാണ് പറയുന്നത്. ഇതിന് സാധിക്കാതിരിക്കുന്നുണ്ടോ, വർദ്ധിപ്പിക്കുക വാക്കുകൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അതിൻ്റെ കൂടെ പറയാവുന്ന ശ്രേഷ്ഠമായ വാക്കാണ് എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകൾ ശരീരത്തിന് ഉന്മേഷം നൽകും, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ പ്രാപ്തി നൽകും. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നുസൂലും ഇതേപോലുള്ള സിഫത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിൽ വിശ്വസിക്കുക. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില പിഴച്ച കക്ഷികളുടെ അങ്ങേയറ്റം മോശമായ ചോദ്യമുണ്ട്. അള്ളാഹു രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രിയാകുമ്പോൾ വേറെ സ്ഥലത്ത് പകലല്ലേ? ഇങ്ങനെയൊക്കെയുള്ള നോക്കൂ, നിങ്ങൾ ഒരു മുസ്ലിം ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത മതനിഷേധികളുടെ ചോദ്യം. ഇവനെന്ത് വിശ്വാസമാണ് റബ്ബിൽ, അവൻ്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഒരു മുസ്ലിം നിസ്കാരത്തിന് ഫാത്തിഹ ഓതിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും അത്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും റബ്ബിൻ്റെ മറുപടി ഉണ്ട്. നോക്കൂ, ലോകത്ത് എത്ര ആളുകൾ ഒരേ സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്. ഈ ആദി തലതിരിൻ്റെ യുക്തിയും കൊണ്ട് ഖുർആനെയും സുന്നത്തിനെ സമീപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്ന
കാലം രാവും പകലുമൊക്കെ പടപ്പുകൾക്കാണ് ബാധകമാകുന്നത്, അല്ലാതെ അതിനെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് എന്ത് പ്രയാസമാണുള്ളത് വിശ്വസിക്കാൻ? ഇതെന്തിനെ കുറിച്ച് ചോദിക്കാലോ? ഏതിനെക്കുറിച്ച് ഇത് ചോദിച്ചൂടെ? ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചോദിക്കാലോ? അതിനെ നിഷേധിക്കോ? ലൈലത്തുൽ ഖദർ ഇല്ല എന്ന് പറയോ? അതുപോലെ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇറങ്ങുമെന്ന് പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അവന് യാതൊരു തടസ്സവുമില്ല. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.